മോളെ അതൊക്കെ അടച്ച് പൂട്ടിയിട്ടിട്ട് വരുന്നു. ഒന്നും അറിയാതെ ചെറിയൊരു ഉണ്ണിയപ്പക്കട കണ്ട് ചെന്നതാ, കണ്ണ് നിറഞ്ഞുപോയി. ഭർത്താവും മൂത്ത മോളും മാനസികമായിട്ട് മരുന്നൊക്കെ കൊടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. എവിടുത്തെ ട്രീറ്റ്മെന്റാ? സർക്കാരിന്റെ. ഇത് വെച്ചോ കയ്യില്, ബാക്കി കുഞ്ഞിന് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഇത്രത്തോളം സങ്കടം ഉള്ളിലൊതുക്കിയാണ് ചിരിച്ചുകൊണ്ട് ചേച്ചി ഉണ്ണിയപ്പം വിൽക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. എന്തോ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ഗീതാ ഗണേശൻ. ഗീതാ ഗണേശൻ. നമ്മളിത് തുടങ്ങിയിട്ട് എത്ര നാളായി? 1.5 വർഷമായി. 1.5 വർഷം. 1.5 വർഷമായിട്ട് നമ്മൾ ഉണ്ണിയപ്പം ചെയ്യുന്നുണ്ടല്ലേ? ഉണ്ട്. നമ്മൾ ചൂട് ഉണ്ണിയപ്പം കൊടുക്കുന്നത്. നമ്മുടെ പ്രത്യേകത അതല്ലേ? ലൈവായിട്ട് ഉണ്ടാക്കി അപ്പം കൊടുക്കും അല്ലേ? ഓക്കെ. ഇത് ഇങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങുന്ന എങ്ങനെയാ നമ്മള്? ജീവിതത്തിന്റെ ബുദ്ധിമുട്ട്, ഭർത്താവും മൂത്ത മോളും മാനസികമായിട്ടും, ഭർത്താവിന് വാതരോഗമുണ്ട്, പിന്നെ 2 പേർക്കും മാനസികമായിട്ടുള്ള രോഗമുണ്ട്. പിന്നെ വേറെ ജോലിക്കൊന്നും പോകാനുള്ള സാഹചര്യം ഇല്ലാത്ത കാരണം ഇതങ്ങ് തുടങ്ങിയേക്കാന്ന് കണ്ട് ഇത് തുടങ്ങി. കുഴപ്പമില്ല, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒരുവിധം സന്തോഷമായിട്ട് പോകുന്നുണ്ട്. മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? മൂത്ത മോക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടോ? മാനസിക ബുദ്ധിമുട്ടുണ്ട്. എത്ര മക്കളാ ചേച്ചിക്ക്? എനിക്ക് 2 പെൺമക്കള്. ചേട്ടനാണെങ്കിൽ ഈ ആമവാദത്തിന്റെ മാനസിക രോഗമുണ്ട്. 2 പേർക്കും ഉണ്ടല്ലേ? 2 പേർക്കും ഉണ്ട്. പിന്നെ മൂത്ത മോക്കും ഉണ്ട്. അപ്പം ചേച്ചിയാണ് പ്രധാനമായിട്ടുള്ള ഒരു ആശ്രയം വീടിന്റെ അല്ലേ? അതെ. എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും? ഇപ്പൊ ഇറങ്ങുക 12 മണിയൊക്കെ ആയിട്ട് ഇറങ്ങത്തുള്ളൂ വീട്ടിൽ നിന്ന്. ചേച്ചിയുടെ ഉണ്ണിയപ്പം എല്ലാവരും വാങ്ങിച്ച് സഹായിക്കുന്നുണ്ടോ? ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്, ഓർഡർ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം പെരുമലപ്പള്ളിയിലെ പെരുന്നാളിനൊക്കെ നല്ല ഓർഡർ കിട്ടി. ഇനി ചേച്ചിക്ക് ഒരുപാട് ഓർഡർ കിട്ടും, ഉറപ്പാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചേച്ചിയുടെ അത് വാങ്ങിച്ച് സഹായിക്കും. അത് സനി തരുന്ന ഉറപ്പാണ്. പിന്നെ ചേച്ചി, നമുക്ക് പുറത്തോട്ടൊക്കെ നമ്മൾ ഓർഡറുകൾ കൊടുക്കുന്നുണ്ടോ? ഇവിടെ വന്ന് ചോദിക്കുന്നവർക്കെല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ചേച്ചി കറക്റ്റ് നിൽക്കുന്ന ഈ സ്ഥലം എവിടെയാണ്? ഇത് പൊടിയാടിയാണോ? പൊടിയാടി. ഇത് പത്തനംതിട്ട ജില്ലയാണോ? പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല പൊടിയാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് റോഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഇത് ഉണ്ടപ്ലാവ് എന്ന് പറയുന്ന സ്ഥലം അല്ലേ ചേച്ചി? ഉണ്ടപ്ലാവ് ഇച്ചിരി കൂടെ മുന്നോട്ട് പോകുന്ന ജംഗ്ഷൻ ഉണ്ടപ്ലാവ് അല്ലേ? അപ്പം റോഡ് സൈഡിൽ തന്നെ ചേച്ചിയെ കാണാം. ചേച്ചിയുടെ ഉണ്ണിയപ്പത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം ലൈവായിട്ട് അപ്പം ചെയ്തു കൊടുക്കുന്ന ഉണ്ണിയപ്പമാണ്. നിങ്ങൾക്ക് ഈ ഉണ്ണിയപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ചൂടോട് കൂടിയാണ് ചെയ്യുന്നത്. നമ്മളെങ്ങനെ മാവൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്തോണ്ട് വരുമോ? മാവൊക്കെ വീട്ടിൽ നിന്ന് ശരിയാക്കിക്കൊണ്ട് വരും, ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കും. ആരും സഹായിക്കാനില്ല, ഒറ്റയ്ക്കാ ചെയ്യുന്നല്ലേ? ചേട്ടൻ വന്ന് ഇവിടെ നിൽക്കും കുറച്ചു നേരം അല്ലേ? അതെ അതെ. ഓ ശരി. എല്ലാം കഴിഞ്ഞ് പോകുമ്പോ എത്ര മണിയാവും? 7:30. രാത്രി 7:30 ആവും അല്ലേ? അതെ. അങ്ങനെ 2 പേരും കൂടെ വീട്ടിൽ പോവോ? 2 പേരും കൂടെ പോവല്ലേ? അപ്പം ഇവിടെ വരുമ്പോ കുഞ്ഞിനെ നോക്കുന്ന ആരാ? മോളെ അതൊക്കെ അടച്ച് പൂട്ടിയിട്ടിട്ട് വരുന്നു. ആണോ? അത്രയ്ക്കും ബുദ്ധിമുട്ടാണോ മോക്ക്? മരുന്നൊക്കെ കൊടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. എവിടുത്തെ ട്രീറ്റ്മെന്റാ? സർക്കാരിന്റെ ട്രീറ്റ്മെന്റ് അല്ലേ? അതേ നമുക്ക് ചെയ്യാൻ നിർവാഹമുള്ളൂ. അതേ ഉള്ളൂ. അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എല്ലാ മാസവും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ചേച്ചി ക്യാമറ ഓണാക്കിയപ്പോഴാണ് ചേച്ചിയുടെ ജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ജസ്റ്റ് ഉണ്ണിയപ്പത്തിന്റെ കാഴ്ച കണ്ട് കയറിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ ചേച്ചിക്ക് എന്തായാലും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എല്ലാം നടക്കട്ടെ. ഒരുപാട് സന്തോഷം. ചേച്ചിയുടെ കച്ചവടം എല്ലാവരും ഒന്ന് ഉഷാറായി കൊടുക്കണേ. കാരണം ചൂട് ഉണ്ണിയപ്പോ ചേച്ചി വിൽക്കുന്നത്. ടൊമാറ്റോ ഓർഡർ ആണോ? എവിടെയെങ്കിലും ഓർഡർ കൊടുക്കാൻ വേണ്ടി വന്നതാണോ? കടപ്രയിൽ. ഫുഡും കൊണ്ട് വന്നതാണ് കേട്ടോ, ഓർഡർ കൊടുക്കാൻ വേണ്ടി. സന്തോഷം വിഷ്ണു കണ്ടതിൽ. വീഡിയോ കണ്ടിട്ടുണ്ട്. എവിടെ വീട് വിഷ്ണുൻ്റെ? സന്തോഷം. ഇനി കാണുന്നത് ഉണ്ണിയപ്പ കച്ചവടമാണെന്ന് കരുതിയിട്ടാണ് ഇവിടെ കയറിയത്. പക്ഷേ ഒരാളെ അടുത്തറിയുമ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഓപ്പണായിട്ട് തന്നെ ചേച്ചി എന്നോട് പറഞ്ഞു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ചേച്ചി. അതുപോലെ ചേട്ടന് വാദത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ? മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ദൈവം ഇവർക്ക് നല്ല ഐശ്വര്യങ്ങൾ കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തായാലും ഇവരെ ഇനിയും കാണാൻ വേണ്ടി വരും. എനിക്ക് ഇനിയും ഇവരെ കാണണം. ഞാൻ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ദൈവം അതിനൊരു വഴി എനിക്ക് തരികയാണെങ്കിൽ ദൈവം സഹായിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും ഞാൻ വരാൻ പോയിട്ട് കേട്ടോ. തീർച്ചയായിട്ടും വരും. എന്തായാലും ചേച്ചിയുടെ കച്ചവടം എല്ലാവരും ഒന്ന് ഉഷാറാക്കി കൊടുക്കുക. സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ട. ഇത് പൊടിയാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. പൊടിയാടി നിന്ന് ഉണ്ടപ്ലാവിലോട്ട് പോകുന്ന വഴിയാണ്. റോഡ് സൈഡിൽ തന്നെ ചേച്ചിയുടെ ഈ ഉണ്ണിയപ്പക്കട നിങ്ങൾക്ക് കാണാം. പൊടിയാടിയിൽ ഒരു ICIC ബാങ്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ചേച്ചി ഒരു ചെറിയ ഷെഡിനകത്ത് ഉണ്ണിയപ്പ കച്ചവടം ചെയ്യുന്നത്. ഇതാണ് ചേച്ചിയുടെ ഉണ്ണിയപ്പം. നല്ല ചൂട് ഉണ്ണിയപ്പമാണ് കേട്ടോ. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ല
നല്ല പഴമൊക്കെ ചേർന്ന് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചു, നല്ല ഉണ്ണിയപ്പമാണ് കേട്ടോ. ഇത് വെച്ചോ കയ്യിൽ. ബാക്കി കുഞ്ഞിന് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ചേട്ടാ ഞാൻ പോയിട്ട് വരാം. വരും ഒരു ദിവസം നിങ്ങളെ കാണാൻ വേണ്ടി. എനിക്ക് ഫോൺ നമ്പർ കൂടെ തരണേ.